ഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട കപ്പ വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ 4 പീസ് കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയായിരിക്കും, ഒന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന നേരത്ത് കയ്യിലൊന്നും കൊള്ളാതെ ഒന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്യാൻ നോക്കുക. അതിനുശേഷം അതിൻ്റെ ഓരോ പീസും നമുക്ക് ദാണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ദാണ്ട് ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഓരോന്നിനെയും ചെറിയ ചെറിയ നീളത്തിലുള്ള പീസായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഒരുപാട് അങ്ങ് കട്ടി കുറഞ്ഞു പോകണ്ട, എന്നാൽ ഒരുപാട് കട്ടിയാകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കണം അതേ ചിപ്സിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യേണ്ട നേരത്തെ കയ്യിൽ കൊള്ളാണ്ട് ഒന്ന് നോക്കുക. കാരണം നമ്മൾ സ്പീഡിന് കട്ട് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലൊന്ന് കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇരുന്നത് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. കാരണം ഇതിലൊരു കട്ട് ചെവിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. 1-2 വെള്ളം കഴുകിയെടുക്കുമെങ്കിൽ നല്ലതായിരിക്കും. ആ ഒരു നമുക്ക് അതിൻ്റെ കയ്പ്പൊക്കെയുള്ള കപ്പയാണെങ്കിൽ ആ ഒരു കശർപ്പൊന്ന് മാറിക്കിട്ടും. ഞാനിവിടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്. അതിൽ വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിയൊക്കെ കുറച്ച് മതിയാകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കണം, ഒരുപാട് വേണ്ട. അപ്പോൾ ഒരു 2 ഇതൾ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ജസ്റ്റ് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇരുമ്പിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്നിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പില മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കപ്പ അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഒരു നല്ലൊരു മണവും ടേസ്റ്റുമാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയുടെ മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശെയായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യണ നേരത്ത് തീയും ഒരുപാടാവാൻ പാടില്ല, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് ചെറു തീയിലിട്ട് മാത്രം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഏതാണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ചെറു തീയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുമ്പോൾ നേരത്ത് നല്ലൊരു തീയിലിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ആ എണ്ണയൊക്കെ അതിൽ നിന്ന് പെട്ടെന്ന് പോയി കിട്ടും. കോരാൻ നേരത്ത് മാത്രം, അതിന് മുമ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞ് ഇല്ലാണ്ടായി പോവും. അപ്പോൾ ദാണ്ടെ ലാസ്റ്റ് കട്ടായി വരുമ്പോഴത്തേക്ക് ഞാൻ തീയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ദാണ്ടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ചിപ്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് ഒടിച്ച് നോക്കാം. നല്ല പെട്ടെന്ന് തന്നെ ഒടിഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.